8ാം ക്ലാസ്സിൽ ജസ്റ്റ് പാസ് അല്ലെങ്കിൽ എന്നെ തള്ളി പറഞ്ഞയച്ച ആളാണ്. എന്നാൽ അന്ന് സക്സസ് കിട്ടാത്തതിൻ്റെ ഒരു വലിയ 2 കാരണങ്ങൾ പറയാം. ഒന്ന് ഈ പേർപ്പസാണ്. അറ്റംപ്റ്റ് ചെയ്ത് ഫെയിലായി. ഫെയിൽ എന്ന് പറഞ്ഞാൽ പാസ് മാർക്ക് പോലും ഇല്ല, എത്ര 30-40% എങ്ങനെ കേസസ് കിട്ടുന്നത് നമ്മുടെ കൺട്രോളിലുള്ള നമ്മുടെ പൊട്ടൻഷ്യൽ കൊടുക്കാന്നുള്ളൂ. റിസൾട്ട് വരുന്നത് അപ്പം നോക്കാം. ഹിസ്റ്ററി ഈസൻറ്റ് ദ ബെസ്റ്റ് പ്രെഡിക്ടർ ഓഫ് ദി ഫ്യൂച്ചർ. ഇത് ഞാൻ ലിങ്ക്ഡിനിൽ കണ്ട ഒരു കോട്ടാണ്. ആൻഡ് ടുഡേ വിത്ത് മീ വി ഹാവ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് മിസ്റ്റർ സുഹൈം ഫൈസൽ. വെൽക്കം ടു ദ പോഡ്കാസ്റ്റ്. സോ ആദ്യമേ തന്നെ ലെറ്റ്സ് ഹിയർ അബൌട്ട് യുവർ സ്റ്റോറി. ഞാൻ ലിങ്ക്ഡിനിലാണ് ഞാൻ കൂടുതൽ വായിച്ചത്. സോ യു ഹാഡ് ദിസ് ഫെയിലിയർ ജേർണി ആൻഡ് ആഫ്റ്റർ ദിസ് യു ഹാവ് ദിസ് സക്സസ് ജേർണീസ്. സോ യാ, വാട്ട്സ് യുവർ സ്റ്റോറി? അപ്പോൾ ഞാൻ ഇപ്പം ഏകദേശം ആ ജേർണി ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് സിനോപ്സിസ് പോലെ ഞാനൊന്ന് പറയാം. ഞാനിതേ പറഞ്ഞ പോലെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. ACC തന്നെ മൾട്ടിപ്പിൾ പേപ്പേഴ്സിൽ പ്രൈസ് വിന്നർ അവാർഡ് കിട്ടിയ ആളാണ്. CIA CISA എന്ന് പറഞ്ഞാൽ നമ്മളിതിൽ ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻ അതൊക്കെ കഴിഞ്ഞ ആളാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് ഞാൻ ആക്ച്വലി 8ാം ക്ലാസ്സിൽ ജസ്റ്റ് പാസ് അല്ലെങ്കിൽ എന്നെ തള്ളി പറഞ്ഞയച്ച ആളാണ്. 10ാം ക്ലാസ്സിൽ 60% ആയിരുന്നു എൻ്റെ മാർക്കുണ്ടായിരുന്നത്. കൗൺസിലേഴ്സൊക്കെ പറഞ്ഞത് ഇവനെ നോക്കണ്ട, ഹ്യൂമാനിറ്റീസ് ഇട്ടോ കൊമേഴ്സ് ഒന്നും നിങ്ങൾക്ക് നടക്കില്ല, CA എഴുതാനുള്ള മനുഷ്യനല്ല. അപ്പം അങ്ങനത്തെ ഞാനാണ് ഇത് ACC നേടിയത്. അതേ സമയത്ത് ACC ഒരു കൊല്ലം ഞാൻ ട്രൈ ചെയ്തിട്ട് നിർത്തിയ ആളും കൂടിയാണ്, ക്വിറ്റ് ചെയ്ത ആളും കൂടിയാണ്. അപ്പം അതിൻ്റെ ഒരു ജേർണി ഞാൻ കെവിനായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഇന്ന് ഇവിടെ വന്നത്. പിന്നെ ഒരു പ്രത്യേകിച്ചൊരു താങ്ക്സും കൂടി പറയാനുള്ള നമ്മുടെ അർഷാദ് ഭായിനാണ്. അർഷാദ് ലിങ്ക്ഡിൻ കമ്മ്യൂണിറ്റി നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്കൊരു ഒരു വേദി വർക്ക് ചെയ്താണ് നമുക്കൊന്ന് മീറ്റ് ചെയ്യാനും. അങ്ങനെ അപ്പോൾ എല്ലാവരും ലിങ്ക്ഡിൻ വാട്സാപ്പ് ഒന്ന് പ്രത്യേകിച്ച് നോക്കുക, നല്ല കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ആയിക്കോട്ടെ. ഞാൻ കുറേ അറിഞ്ഞത് ലിങ്ക്ഡിൻ വഴിയാണ്. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത്, ഇപ്പോൾ ഞാനൊരു കോളേജ് സ്റ്റുഡൻ്റ് ആണ്. ആൻഡ് യു ഹാവ് റിട്ടൺ, അതായത് ഞാൻ വായിച്ചപ്പോൾ അനുസരിച്ച് സ്റ്റാർട്ടപ്സ്, ഫ്രീലാൻസേഴ്സ്, ഓൺടർപ്രനേഴ്സ് എല്ലാവർക്കും ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസ് ഞാൻ കുറേ കാണുന്നുണ്ട് ലിങ്ക്ഡിനിൽ. സോ ഒരു കോളേജ് സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ വാട്ട് വുഡ് യു ലൈക്ക് ടു സേ? കോളേജ് സ്റ്റുഡൻ്റ് എന്നുള്ള രീതിയിൽ ഞാൻ പറയൽ, ഇപ്പം നമ്മുടെ നോക്കാം, നമ്മൾക്ക് US ഭാഗത്തൊക്കെ കുട്ടികൾ 16 വയസ്സാകുമ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നുണ്ട്. ആ സമയത്ത് തന്നെ അവർ ഏൺ ചെയ്യാനുള്ള പരിപാടിയും തുടങ്ങുന്നുണ്ടാവും 16 വയസ്സിൽ. ഇവിടെ നമ്മൾ 16 വയസ്സിൽ ഉള്ള യൂട്യൂബും കണ്ട് ഇരിക്കുന്നതാണ്. എനിക്കൊക്കെ പറ്റിയ മിസ്റ്റേക്കാണ്. ഞാനൊക്കെ വിചാരിച്ചാൽ നമ്മുടെ ചുറ്റുവട്ടത്ത് ആരും റവന്യൂ ജനറേറ്റിംഗ് അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടൊന്നുമില്ല. നമ്മൾ വിചാരിച്ചാൽ എല്ലാവരും കോളേജും പഠിത്തവും എല്ലാം കഴിഞ്ഞിട്ടാണ് പൈസ ഉണ്ടാക്കേണ്ടത്. അതിൻ്റെ ഒരു സാധാരണ നമ്മൾ ട്രഡീഷണൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എത്രയും പെട്ടെന്ന് പൈസ ഏൺ ചെയ്യാനുള്ള പരിപാടി എത്രയും പെട്ടെന്ന് തുടങ്ങാമെന്നുള്ള അതിന് കുറേ ട്രയൽ ആൻഡ് എററും കുറേ സാധനങ്ങളും വരും. രണ്ടാമത്തത് എക്സ്പോഷർ. പല കമ്മ്യൂണിറ്റീസിലും ചേരാം, അതായത് ഉപകാരം കിട്ടുന്ന ഒരു ഉദാഹരണം പറയാം. നമ്മുടെ ലിങ്ക്ഡിൻ വാട്സപ്പ് കമ്മ്യൂണിറ്റി ആണെങ്കിലും KPH, ഇകോം ഷോ, ഇതിൻ്റെയൊക്കെ കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതിലോട്ടൊക്കെ കയറുന്ന നമുക്ക് മാരക എക്സ്പോഷറാണ് കിട്ടുന്നത്. അത് എന്നെ വളരെയധികം പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാനൊക്കെ ഉപയോഗിച്ചത്. അപ്പം ഞാനിപ്പോൾ ചിന്തിച്ച് നോക്കുന്നത്, നമ്മൾ പണ്ട് അവിടെയൊക്കെ ആ പ്രായത്തിൽ ബാക്കിയുള്ളവർക്ക് നമ്മുടെ പ്രായക്കാർ തന്നെ വേറെ ലെവലിൽ കയറുന്നതാണെങ്കിൽ, ഇപ്പം കെവിനെ നമ്മൾ ഈ പോഡ്കാസ്റ്റിന് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ പറഞ്ഞല്ലോ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതിൽ നിങ്ങളുടെ പ്രായക്കാർ കുറച്ചും കൂടി വേറെ എക്സ്പോഷർ കൊടുക്കാനാണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഓരോ സോഴ്സസും കാര്യങ്ങളൊക്കെ കൂടുതൽ കാണാം. അതായത് നിങ്ങളുടെ പ്രായക്കാർ തന്നെ പൈസ ഏൺ ചെയ്യുന്നുണ്ട് ഈ പ്രായത്തിൽ. അതെങ്ങനെയാണെന്നും ആ സംഭവങ്ങളൊക്കെ അറിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ഗ്രോത്ത് വരും. ഇപ്പോൾ എക്സ്പോഷറിനെ കുറിച്ച് പറഞ്ഞില്ലേ, ആൻഡ് ഇപ്പോൾ നമുക്കിപ്പോൾ കോളേജ് സ്റ്റുഡൻസ് വി ലാക്ക് എക്സ്പോഷർ. ഇപ്പോൾ നമ്മുടെ ഫേസിൽ നിന്ന് കഴിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ എക്സ്പോഷർ എങ്ങനെയാണ് ഇപ്പോൾ എക്സ്പോഷർ ഹെൽപ്പ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. സോ ഹൗ ഡസ് ദാറ്റ് ഹെൽപ്പ്? അല്ലെങ്കിൽ എക്സ്പോഷർ എങ്ങനെയൊക്കെയാണ് ബിൽഡ് ചെയ്യണേ, എങ്ങനെയൊക്കെയാണ് വേസ് ഉള്ളത് അതിൻ്റെ? എക്സ്പോഷർ ബിൽഡ് ചെയ്യാന്ന് പറയുമ്പോൾ ഇതാണ് ബേസിക്കലി. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ പ്രായത്തിലായപ്പോൾ എനിക്ക് അറിഞ്ഞൂടായിരുന്നു എൻ്റെ പ്രായത്തിലുള്ള ആൾക്കാർ ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കുന്നുണ്ട്. എല്ലാവരും അല്ല, വളരെ അപൂർവം പേരാണെങ്കിലും ഉണ്ടാക്കുന്നുണ്ട്. അതേ പറഞ്ഞ പോലെ NIT, ഞാനിപ്പോൾ നല്ലൊരു ടോപ്പ് ടിയർ കോളേജ് NIT IIT അങ്ങനെ കയറിയിട്ടുണ്ട്. ഞാൻ ആ കമ്മ്യൂണിറ്റിയിലാണ് കയറുന്നത്. അവിടെ അത്യാവശ്യം ഹൈ കാലിബർ ആയിട്ടുള്ള പിയേഴ്സാണ് നമ്മൾക്കുള്ളത്. അവിടെ കയറുമ്പോൾ തന്നെ നമുക്കറിയാം, ഓക്കെ ഇവന് ട്രേഡിംഗ് ഒന്നും പൈസ ഉണ്ടാക്കുന്ന പരിപാടിയല്ല, എന്നാലും ട്രേഡിംഗ് ഒരുത്തൻ ചെയ്യുന്നുണ്ട്, മറ്റവന് വേറെ ബിസിനസ് ചെയ്യുന്നുണ്ട്, മറ്റവന് വെബ് ഡെവലപ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, വെബ് ഡെവലപ്മെൻറ്റ് ഓനെങ്ങനെ പൈസ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെ അത് റവന്യൂ ചിലപ്പോൾ ഒരു ഫ്രീലാൻസേഴ്സ് ആയിട്ട് അപ്വർക്ക്, അതൊക്കെ ഇവരോട് സംസാരിച്ചാലാണ് നമുക്ക് അറിയുന്നത്. അപ്പോൾ ഒരു വഴി ഞാൻ പറയുന്നത് പോഡ്കാസ്റ്റുകൾ, ഇങ്ങനത്തെ ഇപ്പം കെവിൻ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്യുന്ന പോലെ ഉള്ളൊരു പോഡ്കാസ്റ്റ് കേൾക്കുന്നത് ഒരു സ്റ്റാർട്ടിങ് സ്റ്റെപ്പ്. കമ്മ്യൂണിറ്റീസ്, നേരത്തെ പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റീസിൽ ചേരാം. നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ അത് ബിൽഡ് ചെയ്യാം. എഗെയിൻ ഞാൻ ലിങ്ക്ഡിനിൽ കണ്ട പോലെ CIA ഫസ്റ്റ് ക്രാക്ക് ചെയ്തു. And after some time you cracked ACCA. So അത്രയും ഡിഫിക്കൽട്ടായ ഒരു എക്സാം, I would say. How did you crack that and what were the challenges? CIA ഞാനിത് പറഞ്ഞ ഫസ്റ്റ് ACCA എന്താ
ഇതേ പറഞ്ഞാൽ അന്ന് സക്സസ് കിട്ടാത്തതിൻ്റെ ഒരു വലിയ 2 കാരണങ്ങൾ പറയാം. ഒന്ന് ഈ പേർപ്പസാണ്. ഞാൻ അന്ന് പഠിക്കുന്ന സമയത്ത് എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ SSCൻ്റെ ഒരു 9 പേപ്പേഴ്സ് കഴിഞ്ഞാൽ നമുക്ക് ബാച്ചിലർ ഈ ഓക്സ്ഫോർഡ് ഹോണേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സർട്ടിഫിക്കേഷൻ ഉണ്ട്, അത് കിട്ടും. അപ്പോൾ അത് കിട്ടിയിട്ട് എനിക്ക് MBA ചെയ്യാനുള്ള ഉദ്ദേശമാണ്, എനിക്ക് SSC കംപ്ലീറ്റ് ചെയ്യാനുള്ള ഉദ്ദേശമല്ല. പിന്നെ രണ്ടാമത്തെ ആ പോയിന്റ് ഓഫ് ടൈമിൽ അന്ന് ഞാൻ കൂടുതൽ ഗെയിമിങ്ങും പിന്നെ വീഡിയോസ് കാണാമെന്നോ എന്തൊക്കെ കാണും. അതുവരെ സ്കൂളിൽ പഠിച്ചൊരു ഹസ്ലിംഗ് കൾച്ചർ തന്നെയാണ്. ഹസ്ലിംഗ് അല്ല, മറ്റേ ഇതുവരെ സ്കൂൾ പഠിച്ചത് എന്ന് വെച്ചാൽ പഠിപ്പ് എന്നുള്ള. അപ്പോൾ എൻ്റെ ഉമ്മയൊക്കെ പറയും ഇത് കഴിഞ്ഞിട്ട് നീ ഫ്രീ ആയിക്കോ +2 കഴിഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ ഫ്രീ ടൈമാണ്. അപ്പോൾ ഞാനപ്പോൾ ഒരു 3 മണിക്കൂർ 2 മണിക്കൂർ പഠിപ്പിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ എൻ്റെ ഇത്രയും സമയം കളിക്കാനുള്ള സമയമാണല്ലോ പോകുന്നതെന്നുള്ള പെർസ്പെക്റ്റീവ് ഞാൻ കണ്ടത്. പിന്നെ നമ്മൾ ഇതേ പറഞ്ഞാൽ അന്നത്തെ വിവരദോഷത്തിൻ്റെ പ്രായമായതുകൊണ്ട് പല ചിലപ്പോൾ പെണ്ണുങ്ങളുടെ പിന്നാലോ അല്ലെങ്കിൽ അതിങ്ങനെ ആലോചിച്ചിട്ടും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഇപ്പം ACCA പോലത്തെ ഒരു സർട്ടിഫിക്കേഷൻ ഇറ്റ്സ് എ ചാലഞ്ച്, അത് മാരകമായിട്ടുള്ള ചാലഞ്ചാണ്. അല്ലെങ്കിൽ നമുക്ക് ലെറ്റ്സ് ജസ്റ്റ് ടേക്ക് ആൻ എക്സാമ്പിൾ JEE മെയിൻസ്, അതിൽ അത്രയ്ക്ക് ഒബ്സസ്ഡ് ആയിട്ട് അത് കിട്ടണം എന്നുള്ള രീതിയിൽ പോയാൽ അത് കിട്ടുള്ളൂ. ഞാനിപ്പോൾ പകുതി ഇതിൽ എനിക്ക് കുറച്ച് എൻജോയ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് പേർപ്പസ്. അതെ, ആ ഫുള്ളി കമ്മിറ്റഡ് എന്ന് പറഞ്ഞാൽ ആ പേർപ്പസ് നമ്മുടെ അലൈൻഡ് അല്ല. ഇപ്പം ഞാൻ എന്തിനാ ACC ആണ് എടുത്തത്, MBA എടുക്കാൻ, അതും ഇതായിട്ട്. അപ്പോൾ ഞാനൊരു ACC ഒരു സബ്ജക്റ്റ് പഠിക്കുന്നത് തന്നെ അതിൽ കറക്റ്റ് ലിങ്ക് അല്ല. ഞാൻ എന്തിനാ എത്രയും ബുദ്ധിമുട്ടിയിട്ട് ഇത് പഠിക്കുന്നത്, എനിക്ക് അപ്പോൾ കളിക്കാനുണ്ടാവും. പിന്നെ ഈ പറഞ്ഞ SSC എനിക്ക് കിട്ടണമെന്ന് നിർബന്ധമല്ല, എനിക്ക് എങ്ങനെ MBA കിട്ടണമെന്ന് ആഗ്രഹം. അപ്പോൾ ഇതുമായിട്ട് അലൈൻഡ് അല്ലാത്ത സാധനം. ACC എടുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ യുവർ ഗോൾ ഷുഡ് ബി ഈ സബ്ജക്റ്റ് പഠിക്കാമെന്നും ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ്സും ഇതൊക്കെ ആയിരിക്കും എൻ്റെ ഉദ്ദേശം ഉണ്ടാവേണ്ടത്. JEE മെയിൻസ് ആണെങ്കിൽ എൻ്റെ ഉദ്ദേശം വേറെ എന്തോ ഒരു ഉദ്ദേശമാണ്, കോളേജ് ക്യാമ്പസ് ആഘോഷിക്കുക അല്ലെങ്കിൽ NIT ക്യാമ്പസ് ആണ് ഉദ്ദേശം, കാരണം എനിക്ക് എൻജോയ് ചെയ്യണം, കുഴപ്പമില്ല. പക്ഷേ അത് NIT ക്യാമ്പസാണ് ഉദ്ദേശിക്കുന്നത്, അതേ ചിലപ്പം പ്ലഷറും കാര്യങ്ങളും എൻജോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസൊക്കെ വേറെ പ്രൈവറ്റ് കോളേജസും കിട്ടും. അപ്പം JEE മെയിൻസ് എഫേർട്ട് എടുക്കുന്ന ഒരുത്തന് ആലോചിക്കും കുറച്ച് ടഫാകുമ്പോൾ, കുറച്ച് പണി കിട്ടിയിട്ട് ഒരു സാധനം എന്തെങ്കിലും അതിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല, മാത്സൊക്കെ പ്രത്യേകിച്ച് നല്ലോണം ഫിഗർ ഔട്ട് ചെയ്യേണ്ട സാധനം. അപ്പോൾ ആ ഡിഫിക്കൽട്ടി പോയിന്റ് എത്തുമ്പോൾ ഞാൻ പഠിച്ചിട്ടില്ലെങ്കിലും കുറച്ച് പൈസ ഇറക്കിയാൽ എനിക്ക് വേറെ പ്രൈവറ്റ് കോളേജസ് ഈ എൻജോയ്മെൻറ്റ് കിട്ടുമെന്ന് കാണും. ആ ഡിഫിക്കൽട്ടി അപ്പോൾ എനിക്ക് NIT തന്നെ കിട്ടണം, എനിക്ക് NITൻ്റെ ബാഡ്ജ് തന്നെ കിട്ടണം എന്നുള്ളൊരു പോയിന്റിൽ നമുക്ക് സെൻസ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ പാത്തിലോട്ട് പോകുള്ളൂ, ആ സ്ട്രഗിളിലോട്ട് പോകുള്ളൂ. ആ ഡ്രൈവ് ആ പേർപ്പസ് ആണ് എല്ലാം. ഇത് എന്തിനാ നമ്മുടെ ഇന്നസെൻ്റ് ചേട്ടൻ പറഞ്ഞാൽ എന്തിനാണ് നീ പഠിക്കുന്നതെന്ന് പറഞ്ഞ പോലെ അത് വ്യക്തമാണ്. നമ്മുടെ ഗോളും പിന്നെ എന്താ പേർപ്പസും രണ്ട് അലൈൻഡ് ആണെങ്കിലേ നടക്കുള്ളൂ. അപ്പം ഇനീഷ്യലി ഞാൻ ചെയ്ത സമയത്ത് എൻ്റെ അലൈൻഡ് അല്ലായിരുന്നു, വീണ്ടും അതിലോട്ട് പോയ സമയത്ത് റിട്ടേൺ ചെയ്ത സമയത്ത് അലൈൻഡ് ആയിരുന്നു. പിന്നെ രണ്ടാമത്തെ സംഭവം ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയും, അതായത് സെൽഫ് ക്രിട്ടിക്കൽ ആവുക, അതായത് അൺബൈസ്ഡ് ആവുക. അൺബൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം നീ ഇതേ പറഞ്ഞാലും JEE മെയിൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നീ ഒരു മോക്ക് ടെസ്റ്റ്, മന്ത്ലി മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, മോക്ക് എക്സാം നിനക്ക് മാർക്ക് കുറഞ്ഞു. നീ അപ്പം നിൻ്റെ അതിനുള്ള റീസൺ ജസ്റ്റിഫിക്കേഷൻ നീ ഇങ്ങനെ കാരണം നമ്മൾ ഇത്രയും പഠിച്ചിട്ട് എന്നിട്ട് ഫെയിലർ കാണുമ്പോൾ നമ്മൾ അതെങ്ങനെയെങ്കിലും ജസ്റ്റിഫൈ ചെയ്യാന്നുള്ള രീതിയിൽ ചിലപ്പോൾ ഇപ്പോൾ നമ്മുടെ അച്ഛനമ്മമാരോട് അത് അതിന് റെസ്പോൺസ് കൊടുക്കേണ്ടി വരും. എന്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെക്കാട്ടും വലുത് നമ്മളോട് എന്താ പറയുന്നുള്ള. അപ്പോൾ ഞാൻ JEE മെയിൻസ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാൻ SSC പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ 1.5 കൊല്ലം ഇങ്ങനെ 1 കൊല്ലം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എൻ്റെ പാരൻസിൻ്റെ കാഴ്ചപ്പാടിൽ ഞാനിങ്ങനെ പേപ്പേഴ്സ് പാസ്സായി. ഞാൻ പറഞ്ഞു ഞാൻ പാസ്സായിട്ടുണ്ട്, ഒരു പേപ്പർ കഴിഞ്ഞ് 2 പേപ്പർ കഴിഞ്ഞ് 1 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പകുതിയോളം കഴിഞ്ഞിട്ടുണ്ട്, യാഥാർത്ഥ്യത്തിലൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ ഒന്നാമത് പുറത്തുള്ളവരോട് നമ്മുടെ ഫേസ് സേവ് ചെയ്യാൻ വേണ്ടി കള്ളം പറയുന്നത്. രണ്ടാമത് സ്വന്തമായിട്ട് എന്തുകൊണ്ടാണ് ഞാൻ പാസ്സാവാത്തതെന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും ഉദ്ദേശിക്കുന്നത് ഞാൻ ഇരിക്കാത്തതുകൊണ്ടാണ്, ഇരുന്നാൽ ഞാൻ പാസ് ചെയ്യും, പക്ഷെ എന്തുകൊണ്ടാണ് ഇരിക്കാത്തതെന്നുള്ള ഉത്തരം കിട്ടണം. ഞാനിതിൽ കമ്മിറ്റഡ് അല്ലേ എന്നുള്ള ചോദ്യം സ്വന്തമായിട്ട് ചോദിക്കണം. കമ്മിറ്റഡ് അല്ലെങ്കിൽ ബെസ്റ്റ് ഇസ് ടു ക്വിറ്റ്. ഇപ്പം കാലകാലം കിട്ടൂല എന്നല്ല, ക്വിറ്റ് ചെയ്യുക. പിന്നീടൊരു സന്ദർഭവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് തിരിച്ചു പിടിക്കാം. നമ്മുടെ മൈൻഡും ഇതിലും അത് ഫോക്കസ്ഡ് ആകുമ്പോൾ കണ്ടിന്യൂ ചെയ്യാം. അതെ, അത് പക്ഷേ എനിക്കറിയാം JEE മെയിൻസും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് അത് ലിമിറ്റഡ് ടൈമിനോ ആ ഓപ്പർച്യൂണിറ്റി ഉള്ളല്ലോ, അതൊരു ചാലഞ്ചാണ്. ചിലർക്ക് അതിൻ്റെ ഭാഗ്യം കിട്ടുള്ളൂ. ആ സമയത്ത് നമ്മുടെ മെൻ്റൽ മെച്യൂരിറ്റിയും എല്ലാം കൂടി കിട്ടാന്ന് പറഞ്ഞാൽ ലക്ക് തന്നെയാണ്. ഇപ്പോൾ CIA കംപ്ലീറ്റ് ചെയ്തു ആൻഡ് ACCAയും കംപ്ലീറ്റ് ചെയ്തു. സോ ആക്ച്വലി വാട്ട് ഡു യു ഡു റൈറ്റ് നൗ? അപ്പോൾ ഞാനിപ്പം നിലവിൽ ഒരു സൈഡിലൊരു ബിസിനസ് മാനേജ് ചെയ്യുന്നുണ്ട്. ഒരു ഹോസ്റ്റലാണ്, ലേഡീസ് ഹോസ്റ്റലാണ്, NITൻ്റെ അടുത്ത് വരുന്നത്, ഡ്രീം സ്റ്റേ എന്ന് പറയും. നമ്മൾ ബ്രാൻഡിങ് ഭാവിയിൽ മാറ്റാൻ പോകുന്നുണ്ട്, കാരണം ആ പേര് കിട്ടൂല. അപ്പോൾ ഭാവിയിൽ അത് മാറ്റാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷേ അതൊരു സൈഡ് പ്രോജക്റ്റ് മാത്രമാണ്. നമ്മുടെ ടൈം കുറേ പോകുന്നുണ്ടെങ്കിലും മെയിനായിട്ട് എൻ്റെ സർവീസ് എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷണൽ CFO സർവീസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസീസിന് വേണ്ടിയിട്ടാണ്. അപ്പം ഈ കുറേ സംഭവം പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ് ചെയ്യുന്ന കമ്പനീസ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഒരു ബുക്ക് കീപ്പർ അല്ലെങ്കിൽ അക്കൗണ്ടൻ്റ് ഉണ്ടാവില്ല. അവർ മന്ത്ലി വരുമ്പോൾ മന്ത്ലി ഒരു റിപ്പോർട്ട് കൊടുക്കും, കുറേ സാധനം എൻ്റർ ചെയ്തിട്ട്. ഇപ്പം കെവിൻ എന്നാണെന്ന് കൂട്ടിക്കോ, എനിക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കും
ഇതാണ് ലാഭനഷ്ട കണക്ക്, അത് മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ നിങ്ങൾക്ക് റിസൾട്ടായിട്ട്. എന്താണ് ഇനിയിപ്പോൾ ആരുടെ നിന്ന് പൈസ കിട്ടാനുള്ളതും എന്താ ലാഭനഷ്ട കണക്കും. പക്ഷേ ശരിക്കും വാരൻ ബഫറ്റിൻ്റെ ഒരു സെയിങ് ഉണ്ട്, അക്കൗണ്ടിങ് ഇസ് ദി ലാംഗ്വേജ് ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ പറഞ്ഞ സാധനം എന്താണ് നിങ്ങളുടെ ബിസിനസ്സിൽ ഫൈനാൻഷ്യൽ സൈഡ് നടക്കുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആ ഇൻസൈറ്റ്സ് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ബ്ലൈൻഡായിട്ടാണ് റൺ ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിഞ്ഞൂടെ എത്ര സെയിൽ എത്തിക്കണം, നിങ്ങൾ ഈ പറഞ്ഞ ബ്രേക്ക് ഈവൺ അല്ലെങ്കിൽ എത്ര ലാഭത്തിൽ കിട്ടാൻ. ഓക്കെ, ലെറ്റ്സ് സേ യു മേക്ക് 100,000, 1,00,000 ലാഭം ഉണ്ടാക്കി മന്ത്, എത്ര ഇതൊന്ന് വലിക്കാൻ പറ്റുന്ന പോലും നിങ്ങൾക്ക് ഐഡിയ ഇല്ല. കാരണം നിങ്ങൾക്ക് അറിഞ്ഞൂടെ എത്ര ക്യാഷ് റിസർവ് ബിസിനസ്സിലോട്ട് വേണം. ഇതൊക്കെ കിട്ടി, ഈ ഇൻഫർമേഷൻ കിട്ടി. പക്ഷേ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ, നിങ്ങളുടെ ഒരു പ്ലാൻ ഉണ്ടാവും, ഇത് വളർത്തണം, ഏജൻസി ഇത്ര സ്റ്റാഫിന് കൂട്ടണം. പക്ഷേ അതിൻ്റെ ബോട്ടം ലൈൻ അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് എത്ര ഉണ്ടാവും, ഇതൊന്നും നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാവും. അതൊക്കെ ശരിക്കും ഒരു അക്കൗണ്ടൻ്റാണ് തരേണ്ടത്. അപ്പോൾ ഈ സർവീസാണ് ഞാൻ കൊടുക്കുന്നത്. ഈ ഗ്യാപ്പ് ഞാൻ നിലവിലത്തെ അക്കൗണ്ടൻറ്റിനെ വെച്ചിട്ട് തന്നെ, അവിടുത്തെ ബുക്ക് കീപ്പറിനെ വെച്ചിട്ട് തന്നെ ഞാൻ ഈ ഗ്യാപ്പ് നിരത്തലും അവരുടെ ബിസിനസ് പ്രോഫിറ്റബിൾ ആക്കാനും പിന്നെ അത് ഡെവലപ്പ് ചെയ്യാനാണ് ഞാൻ ചെയ്യൽ. ഇപ്പോൾ CAA ക്രാക്ക് ചെയ്തു ആൻഡ് യു ഐ തിങ്ക് ഒരു ഇയറിന് ശേഷമാണെന്നോ ACCA ട്രൈ ചെയ്തത്? ഞാൻ ഇതേ പറഞ്ഞ പോലെ ACCA കാര്യം പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പാസ്റ്റ് പോകുകയാണെങ്കിൽ ഞാൻ എന്നിട്ട് ACCA ഇതേ പറഞ്ഞ പോലെ പോകുന്നങ്ങനെ കണ്ടിട്ട് എനിക്ക് പേടിയാൻ തുടങ്ങി. കാരണം നമ്മുടെ പിയേഴ്സൊക്കെ എൻ്റെ കൂടെ പഠിച്ച ആൾക്കാരൊക്കെ സെക്കൻഡ് ഇയർ കയറി, ഞാനിവിടെ ഒന്നുമില്ല, എനിക്കൊന്നും പറയാനില്ല. ആ കൂടി ഞാൻ ആ സമയത്ത് ജോലി ചെയ്യുന്നുണ്ട്, പക്ഷേ അവിടെ ആണെങ്കിൽ എനിക്കറിയൊരു സ്കില്ലും കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഈ പറഞ്ഞത് ഇങ്ങനെ കാണുമ്പോൾ ബാക്കിയുള്ള പിയേഴ്സൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് കോളേജ്. ഞാൻ ഖത്തറിൽ പഠിക്കുന്ന സമയത്താണ്, ഖത്തറിൽ ജോലി ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ളവർ എൻ്റെ പിയേഴ്സൊക്കെ കോളേജ് പഠിക്കേണ്ട, അവർക്ക് സോഷ്യൽ കുറേ ഇങ്ങനെ സംസാരവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, അവിടെ സോഷ്യൽ സ്കിൽസൊക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഖത്തറിലെ ഒരു റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ജോലി പിന്നെ പഠിപ്പുമില്ല ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ എനിക്ക് ഭയങ്കര ആങ്സൈറ്റി കൂട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഏകദേശം വിചാരിച്ച പ്രോഗ്രസ് ഇല്ല, മെല്ലെ ബാക്കപ്പ് പ്ലാൻ എന്നുള്ള രീതിയിൽ BCom ചെയ്യുക. BCom എന്നുള്ള രീതിയിൽ എനിക്ക് കോളേജ് ലൈഫൊന്നും കിട്ടുന്നില്ല, അങ്ങനത്തെ ഓരോ റിഗ്രറ്റ് എന്നുള്ള രീതിയിൽ പോകുന്നുണ്ട്. എൻ്റെ ആ കൂടി പ്രായം ആഘോഷിക്കാനുള്ളൂ, അതൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഏകദേശം കോളേജ് പോകുന്ന സമയത്ത് ഞാൻ ഇത് ക്വിറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. ഞാനിത് പാരലലി എടുക്കാം, എന്നാൽ പിന്നെ 9 പേപ്പേഴ്സ് കഴിയുമ്പോൾ അപ്പം ഞാനിത് കോളേജ് ഉപയോഗിച്ചിട്ട് എനിക്ക് MBAക്ക് പോകാമല്ലോ എന്നുള്ളൊരു സെൽഫ് ജസ്റ്റിഫിക്കേഷൻ്റെ പേരിലാണ് പോകുന്നത്. കോളേജിന് സമയത്താണ് എനിക്ക് ഒബ്ജക്റ്റിവിറ്റി കിട്ടുന്നത്. കോളേജിന് സമയത്ത് ഇതായത് പഠിപ്പായിട്ട് റിലേറ്റഡ് അല്ല, പക്ഷേ ഒരാൾ നമുക്ക് ഈ പറഞ്ഞ കുറച്ച് തള്ളുന്നൊരു സ്വഭാവമുണ്ട്. അപ്പോൾ എന്താ എന്നോടൊരാൾ എൻ്റെ വർത്തമാനമൊക്കെ കേട്ടപ്പോൾ എന്നോട് പറഞ്ഞു, എന്തായിരുന്നു പറഞ്ഞാൽ ഓർമ്മയില്ല, പക്ഷേ ഏകദേശം ഈ ഫേക്ക് അല്ലേ, ഈ ഒരു ഫേക്കാണ്, എനിക്ക് വെറും ഷോ ആണെന്ന് പറഞ്ഞത്. അത് എനിക്ക് നല്ലോണം ഉള്ളിൽ തറച്ച്. അവൻ പറഞ്ഞത് ഫാക്ച്വലാണ്. അവൻ പറഞ്ഞത് ഞാൻ തള്ളു തന്നെയായിരുന്നു ചെയ്യുന്നുണ്ടായിരുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒറ്റൊരു ഷോ, ഞാൻ ഭയങ്കര ഷോ, ഞാൻ അല്ലാത്തൊരാളായിട്ട് ഇങ്ങനെ കുറേ ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ കുറേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാനൊരു എക്സ്ട്രോവേർട്ടാണെന്നും പിന്നെ ഞാൻ പല സാധനങ്ങളും, ഞാൻ എല്ലാ സാധനങ്ങളും ഞാനാണെന്നുള്ളൊരു ധാരണ വന്ന്. അപ്പോൾ ഈ കോളേജിൽ പോയപ്പോൾ എനിക്ക് പല സിറ്റുവേഷൻ വന്നപ്പോഴും, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ പലതും എക്സ്പ്ലോർ ചെയ്യാന്നൊക്കെയുള്ള രീതിയിലാണ്. അവസാനം ആ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നമുക്കത് താല്പര്യമില്ല, നമ്മുടെ ഭാഗ്യത്തിന് നമ്മുടെ പാരൻസ് നമ്മളെ പഠിപ്പിച്ച രീതിയിലോട്ടൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ ഒരു വഴിവിട്ട രീതിയിൽ പോകാണ്ട് ഒഴിവാക്കിയത്. അപ്പം അവിടെ നിന്നൊക്കെയാണ് ശരിക്കും ഒരു സെൽഫ് ഡിസ്കവറി, ഞാൻ ആരാണെന്നുള്ള രീതിയിൽ. ഞാൻ എക്സ്ട്രോവേർട്ടിൽ ഫൈൻ, ഇൻട്രോവേർട്ടാണെങ്കിൽ അതിൻ്റെ ഇതുണ്ട്, ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൽ പോകാന്നുള്ളതും ഒബ്ജക്റ്റിവിറ്റി അവിടെ നിന്നാണ് റേസ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോഴേക്കും നമ്മൾ സാധാരണ ചില ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ തള്ളും നല്ലോണം. ഞാൻ നല്ലോണം ഓപ്പോസിറ്റായി, ഞാൻ നല്ലോണം എന്നെ തന്നെ തരം താഴ്ത്തും. കോമഡിക്ക് ഞാൻ എന്നെ തരം താഴ്ത്തും, നിന്നാണെങ്കിൽ നിന്നും തരം താഴ്ത്തും, അങ്ങനത്തെ രീതിയിൽ നമ്മൾ ഈക്വൽ പ്ലേയിങ് ഫീൽഡ്. പക്ഷേ ഒരാളിങ്ങനെ പൊക്കി അടിക്കുന്നതാണ് ഞാൻ പിന്നെ അങ്ങനെ കണക്ട് നിൽക്കില്ല. പക്ഷേ അത് നമ്മൾ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട്, ഓനായിട്ട് നമ്മളിങ്ങനെ അത്രക്കും ക്ലോസ് ആയിക്കും. ഞാൻ അത്രക്കും എൻ്റെ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട് ഓനക്കറിയാം, ഓൻ്റെ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട് എനിക്കറിയാം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ണപ്പ് എന്നുള്ള രീതിയിലല്ല, നമ്മൾ വെക്കപ്പ് ലെവൽ പ്ലേയിങ് ഫീൽഡാണ്. അപ്പോൾ നമ്മൾ ഇതേ പറഞ്ഞാൽ നമ്മൾക്ക് ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇഷ്യൂസ് ഉണ്ട് ആക്സെപ്റ്റ് ചെയ്യുക. ACCA പാസ്സാവുന്നില്ല, ഇല്ല നമ്മൾ കുത്തുവാള എടുത്തിരിക്കുന്നു, ഇല്ലാതെ പറയാനുള്ള സാധനം അത് അവിടെ നിന്നാണ് ബിൽഡായി വരുന്നത്. പിന്നെ അത് പഠിപ്പിലോട്ട് വന്നപ്പോൾ എന്തുകൊണ്ടാണ് ഫെയിലാവുന്നതെന്നുള്ള റിയാലിറ്റി കുറച്ചും കൂടി അസസ് ചെയ്യാനുള്ള സ്കില്ല്, അവിടെയാണ് ഒബ്ജക്റ്റിവിറ്റി. ഇപ്പോൾ പറഞ്ഞപ്പോൾ ഒരു മെൻ്റൽ സ്ട്രിങ് അവിടെ ഉണ്ട്. സോ ഇപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാംസ് ആണ് ആൻഡ് മെൻ്റൽ പ്രഷറിൻ്റെ കാര്യം ഈസ് എന്താ പറയുക ഭയങ്കര പീക്കാണ്. സോ ഹൗ ഡു യു മാനേജ് ദാറ്റ്? വാട്ട് ഷുഡ് ബി ദ മെൻറ്റാലിറ്റി? ഇത് ഒന്നാമത്തെ നല്ല സെൽഫ് ഡൗട്ട് നല്ലോണം ഉണ്ടാവും. ഇപ്പം എൻ്റെ ഫാമിലിയിൽ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ ഞാൻ അറ്റ്ലീസ്റ്റ് എൻ്റെ ഫാമിലിയിൽ ഞാനാണ് ആദ്യത്തെ ഡിഗ്രി ഹോൾഡർ. ഡിഗ്രി പക്ഷേ വലിയ സംഭവം എന്നല്ല. അതേ പറഞ്ഞ പോലെ ഞാനിങ്ങനെ നോക്കുമ്പോൾ എൻ്റെ കുടുംബത്തിൽ ആരും വലിയ കോമ്പറ്റേറ്റീവ് എക്സാമിൽ ജയിച്ച കുടുംബത്തെന്ന് വെച്ചാൽ എൻ്റെ ഫാദറിൻ്റെ ഫാമിലി ഇതൊക്കെ നോക്കും, മദറിൻ്റെ ഫാമിലിയിൽ വലിയ കോമ്പറ്റേറ്റീവ് എക്സാം IIT ഇതൊന്നും കഴിഞ്ഞിട്ടില്ല. നമ്മൾക്ക് ശരിക്കും നമ്മളിങ്ങനെ വിചാരിക്കും ഡോക്ടറിൻ്റെ മക്കൾ ഡോക്ടേഴ്സ്, CAൻ്റെ മക്കൾ CAക്കാർ. അപ്പം ഇത് നമ്മൾക്ക് ഒതുങ്ങുന്ന സാധനമാണെന്ന് പലപ്പോഴും സെൽഫ് ഡൗട്ട് അടിക്കും. അപ്പോൾ പിന്നെ തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ഒരു മാർക്ക് നേടി. അപ്പോൾ എൻ്റെ പാസ്റ്റ് ട്രാക്ക് റെക്കോർഡ് നോക്കുകയാണെങ്കിൽ 8th ആണെങ്കിലും 10th ആണെങ്കിലും വൻ ഷോക റിസൾട്ടാണ്. ആ കൂടി 12th കുറച്ച് പെർഫോം ചെയ്തതെന്നുള്ളൂ. അപ്പം സെൽഫ് ഡൗട്ട് നല്ലോണം കൂടും.
ഇത് നമ്മൾക്ക് ഒതുക്കുന്ന സാധനമാണെന്നുള്ളത്. അപ്പോൾ ഇതിൽ എനിക്ക് ഒന്ന് ഷെയർ ചെയ്യാനുള്ള MMA എനിക്ക് പരിചയമുണ്ടോ? MMA മിക്സഡ് മാർഷൽ ആർട്സ്. ഓക്കെ, ഒരു സ്പോർട്ടാണ്. അപ്പോൾ ഫൈറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൽ കോണർ മെക്ഗ്രഗർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫൈറ്റർ ഉണ്ട്. ആള് ഇപ്പോൾ തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ഒരാളാണ്. കാരണം ആൾ റോൾ മോഡൽ ഇപ്പോൾ വെക്കാൻ പറ്റില്ല. പക്ഷേ ഓൻ്റെ കരിയർ റൈസ് തൊട്ടിട്ട് 2015 ഓൻ്റെ പീക്ക് എത്തുന്ന പറയാം. ഓൻ പറഞ്ഞ ഇൻ്റർവ്യൂസും എല്ലാം പക്ക ശരിക്കും എങ്ങനെ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിലും ഏത് ഫീൽഡിലൊരു ബിസിനസ് മാൻ ആണെങ്കിലും ചിന്തിക്കേണ്ട രീതിയിലാണ് ചിന്തിച്ചാൽ. അപ്പം ഓൻ്റെ ഒരു ഇത് പറയാം, ഒരു എന്താ ഒരു ഓൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഓനെ ഫൈറ്റ് ചെയ്യുന്ന ഒരു ഫെദർ വെയ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ചാമ്പ്യൻഷിപ്പിലോട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. റൈസിംഗ് ആയിട്ടുള്ള ഫൈറ്ററാണ്. അപ്പോൾ ഞാൻ ഇവനെ ഫസ്റ്റ് ശ്രദ്ധയിൽപ്പെടുന്ന ഇവൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഓന് ഓരോരുത്തരുടെ അഭിപ്രായം ചോദിക്കുന്നത്. അപ്പോൾ മറ്റേ ഇവനെക്കുറിച്ച് എന്താ, ഈ ഫൈറ്റർ എക്സ് ഫൈറ്ററിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഓൻ പുച്ഛിക്കും, ഓൻ ഇവനെ കൊണ്ടൊന്നും കഴിയില്ല. പിന്നെ മറ്റേ ഈ പറഞ്ഞ ചാമ്പ്യൻ, അവിടുത്തെ ആ സമയത്ത് ചാമ്പ്യൻ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 8-9 ഇയേഴ്സിൽ കംപ്ലീറ്റ് ആ ഡിവിഷൻ ഭരിച്ച, അല്ലെങ്കിൽ ഓനക്ക് ഫെയിലിയേഴ്സ് ഇല്ല, അങ്ങനത്തെ ഒരാളിനെ കുറിച്ച് അഭിപ്രായം. ഓനൊന്നും എവിടെ അല്ല എൻ്റെ അടുത്ത്. അപ്പം ഞാൻ കേട്ടപ്പോഴാണ് ഇവൻ പുച്ഛിച്ച്, ഈ ചങ്ങായി എന്തോ ഇത് പറയുന്ന വെറും ഡയലോഗാണ്. എന്താണ് റിസൾട്ട്? ഓൻ്റെ ഒന്നുമില്ല, ഓനെ എന്തോ ചെറിയ ആൾക്കാരൊക്കെ ഫൈറ്റ് ചെയ്തിട്ടാണ്. ഇവൻ എന്നിട്ട് ഇവൻ്റെ പിന്നെ എൻ്റെ ശ്രദ്ധപ്പെടുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ ഇവൻ്റെ ചാമ്പ്യൻഷിപ്പ് ഇവരായിട്ട് ഈ മെയിൻ ഹോസെ ആൽഡോ എന്ന് പറഞ്ഞിട്ടുള്ള ഫൈറ്ററായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഇതിലാണ്. അവന് ആ ഫൈറ്ററിനെ I think 9 seconds കൊണ്ട് നോക്കൗട്ട് ചെയ്തു. എനിക്ക് ഭയങ്കര അത്ഭുതം, ഇവന് എങ്ങനെയാണ് ഒരിക്കലും സ്റ്റാറ്റിസ്റ്റിക്സ് വിശ്വസിക്കുന്ന ഒരടുത്തന്നെ. ഇപ്പം ഞാൻ ഇതേ പറഞ്ഞാൽ ഇത്രയും കാലം ഫെയിലിയർ ആണ്, ഞാൻ ഇനിയും ഫെയിലിയർ ആണെന്നുള്ളൊരു സ്റ്റഡിയിലാണ്. പക്ഷേ ഹീ ബിക്കം ആൻ ഔട്ട്ലയർ. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നൊരു ഔട്ട്ലയറായി. അപ്പോൾ ഞാൻ അവൻ്റെ ഇൻ്റർവ്യൂവിൽ അവന് പറയുന്നൊരു സാധനമുണ്ട്, എങ്ങനെയാണ് സെൽഫ് കോൺഫിഡൻസ് വരുന്നത്. അവൻ പറഞ്ഞ് എൻ്റെ പാസ്റ്റ്, എൻ്റെ ജിമ്മിലുള്ള എൻ്റെ എഫേർട്ടാണ് എൻ്റെ കോൺഫിഡൻസ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ ഈ മെയിൻ മാച്ചിലോട്ട് പോകുന്നതിന് മുന്നേ ഇവരെങ്ങനെ പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ വെയിറ്റ് ക്ലാസ്സിനെക്കാട്ടും വലിയ ആൾക്കാരായിട്ട് ഫൈറ്റ് ചെയ്യും. അവിടെ നിന്നൊക്കെ വിജയം കിട്ടിയിട്ടാണ് ആ കോൺഫിഡൻസും ആ വിശ്വാസം വരുന്നത്. അപ്പോൾ അതേ പറഞ്ഞ പോലെ അപ്പോൾ പഠിപ്പിലോട്ട് നമ്മളിത് ട്രാൻസിഷൻ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് ഇതിൽ വരുന്നതെന്ന് വെച്ചാൽ, ഞാനിപ്പം മോക്ക് എക്സാംസും എല്ലാത്തിനും ഞാൻ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ ഒരു നെറ്റ് റിസൾട്ടായിട്ട് വരും. അപ്പോൾ ഈ പറഞ്ഞ JEE മെയിൻസ് ആണെങ്കിലും ACC ആണെങ്കിലും ലോങ് ജേണിയാണ്. 1.5 കൊല്ലം 1 കൊല്ലം എന്നൊക്കെ പറയുന്ന മാർഗ ടാസ്ക്കാണ്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ കയ്യിൽ കൺട്രോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇന്ന് ചെയ്യാനുള്ള സാധനമുള്ളൂ. അപ്പം നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ചെറുതാക്കാം. ഇപ്പോഴത്തെ ടാർഗറ്റ് എന്ന് വെച്ചാൽ ഫസ്റ്റ് മോക്ക് ടെസ്റ്റ് പെർഫോം ചെയ്യാന്നുള്ള, അത് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന സാധനം. നമ്മളിപ്പോഴത്തെ വീക്കിലുള്ള ഇന്ന് എടുക്കുന്ന സാധനങ്ങൾ ക്ലിയർ ആക്കുക, എന്നിട്ട് അതിനനുസരിച്ച് പ്രെപ്പ് ചെയ്തിട്ട് മെയിൻ ഉദ്ദേശം, നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്നായിട്ടും ചെയ്യുമെന്നല്ല, മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ മോക്ക് എക്സാം ക്ലിയർ ആകുക, അതിൽ ഏറ്റവും സ്കോർ ചെയ്യാൻ പറ്റുന്നവർ നമ്മുടെ പൊട്ടൻഷ്യൽ സ്കോർ ചെയ്യുക എന്നുള്ള. അത് ചെയ്യുമ്പോൾ ഇതേ പറഞ്ഞുള്ള എല്ലാ ചെറിയ എക്സാംസും സ്കോർ ചെയ്ത് ഗിവൺ ദാറ്റ് യു ഹാവ് എ ഗുഡ് റിവിഷൻ സിസ്റ്റം, അതിപ്പോൾ ഉള്ള സാധനം പിന്നെ റീറ്റെയിൻ ചെയ്യുന്ന ഒരു സിസ്റ്റം കൂടി ഉണ്ടെങ്കിൽ പിന്നെ ഓട്ടോമാറ്റിക് ആ പാത്ത് എത്തുമ്പോൾ, ആ പോയിന്റ് എത്തുമ്പോൾ പാസ്സാവാനുള്ള സാധ്യതകൾ കൂടും. നമ്മൾ ഇതേ പറഞ്ഞാൽ എന്നായിട്ട് കിട്ടാൻ നമ്മുടെ കൺട്രോളിലുള്ള, ACC കിട്ടുന്ന നമ്മുടെ കൺട്രോളിലുള്ള നമ്മുടെ പൊട്ടൻഷ്യൽ കൊടുക്കാന്നുള്ളൂ. റിസൾട്ട് വരുന്നത് അപ്പം നോക്കാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യാണ്, ഇപ്പോൾ ആദ്യം ACC ട്രൈ ചെയ്തില്ലേ, അപ്പോൾ അതിനുശേഷം എനിക്കിത് പറ്റുന്നില്ല, വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നമുക്ക് ഇത് ക്വിറ്റ് ചെയ്യണം ആൻഡ് വി ഹാവ് ടു മൂവ് ഓൺ. ആ ഒരു ക്വിറ്റ് ചെയ്യാനുള്ള ആ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ഫോം ചെയ്യുന്ന വെച്ചാൽ ലൈക്ക് ഞാൻ കണ്ടിന്യൂ ചെയ്തു. ഓക്കെ, അപ്പോൾ ഏകദേശം എങ്ങനെ ക്വിറ്റ് ചെയ്യാൻ തോന്നിയെന്നോ അല്ലെങ്കിൽ അതിൻ്റെ ബന്ധപ്പെട്ട് ഞാൻ പറയട്ടെ, ഇതിൽ ഏറ്റവും വലിയ ചാൻസ് ഞാൻ ചെയ്തതിൽ ഏറ്റവും എനിക്ക് പോസിറ്റീവായിട്ടുള്ള സാധനം തോന്നുന്നതെന്ന് വെച്ചാൽ ഞാൻ ക്വിറ്റ് ചെയ്തതാണ്. കാരണം ക്വിറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ചില്ലറ ഡിസിഷൻ അല്ല, നമ്മൾ തോൽവി സമ്മതിക്കുന്നത്. നമ്മൾ അതിനെക്കാട്ടും നമ്മൾക്ക് ഇതാണ് ഒബ്ജക്റ്റിവിറ്റീൻ്റെ ഒരു ഭാഗമാണ്. നമുക്ക് പിന്നെയും സമാധാനിപ്പിക്കുക, ശരിക്കും എന്നെ കൊണ്ട് കഴിയും, ഞാൻ ശ്രമിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ ഞാനിതേ പറഞ്ഞ പോലെ കോളേജ് ഒരു ലീവിൻ്റെ സമയത്ത് ഞാൻ ഇരുന്ന് പഠിച്ച് എനിക്ക് ചെയ്യാൻ പറ്റുന്ന, ഞാൻ മനസ്സിൽ വിചാരിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് മൊത്തം ഞാൻ ചെയ്ത്. എന്നിട്ട് ഞാൻ ഇതേ പറഞ്ഞ പോലെ അറ്റംപ്റ്റ് ചെയ്ത് ഫെയിലായി. ഫെയിൽ എന്ന് പറഞ്ഞാൽ പാസ് മാർക്ക് പോലും ഇല്ല, എത്ര 30-40% എങ്ങനെ. അപ്പോൾ പാസ് മാർക്കാണ് പിന്നെ ഞാൻ എങ്ങനെ ഡൈജസ്റ്റ് ചെയ്തിട്ട് പോയത്. അപ്പോൾ ഈ ഫെയിലിയർ ഞാൻ നല്ലോണം, അപ്പോൾ ഞാൻ കാരണം നമ്മുടെ ചിലവരാണെങ്കിലും പറയുമ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും ഓക്കെ, പിന്നെ നമ്മുടെ ഈ പാസ്റ്റ് എൻ്റെ സെൽഫ് ഡൗട്ടിൻ്റെ ഭാഗമാണ് വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് അതിനുള്ള ബുദ്ധിയൊന്നുമില്ല. നമ്മുടെ ചക്കന്മാരും കളിയാക്കും ഇങ്ങനെ എനിക്ക് ബുദ്ധിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് കോമഡിയാണ്. പക്ഷെ നമ്മളത് നല്ലോണം, കാരണം നമ്മളിങ്ങനെ പലപ്പോഴും ചിന്തിക്കും, നമ്മുടെ ടീച്ചേഴ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും കളിയാക്കുന്നത് നമ്മൾ ആ പ്രായത്തിൽ നല്ലോണം ഉള്ളിലോട്ട് എടുക്കും. അപ്പോൾ ഇതേ പറഞ്ഞാൽ ആ സമയത്ത് ഞാൻ ക്വിറ്റ് എന്നുള്ള രീതിയിൽ തന്നെ തീരുമാനിച്ചു. കാരണം ഇതെന്തായാലും അങ്ങോട്ട് എത്തുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ ബാക്കിയുള്ള ടൈം. അപ്പോൾ പിന്നെ മാത്രമല്ല കാര്യമായിട്ട് എപ്പോഴും എല്ലാ ദിവസവും കിടക്കുമ്പോൾ ഒരു പെൻഡിങ് ആണ് മനസ്സിൽ. അതായത് ഇന്ന് പഠിക്കാനുണ്ടല്ലോ, കഴിഞ്ഞില്ലല്ലോ, പ്രോക്കാസ്റ്റിനേറ്റ് ചെയ്തല്ലോ, അങ്ങനത്തെ കുറേ സാധനങ്ങൾ വരുന്നുണ്ട്.
അപ്പോൾ ഇത് ക്വിറ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് സമാധാനം കിട്ടുന്നത്. അപ്പോൾ ക്വിറ്റ് ചെയ്തപ്പോൾ എനിക്ക് വളരെ സന്തോഷം. ഞാൻ ലിങ്ക്ഡിൻ വായിച്ചു, സാഡ്നെസ് ഓർ ഗ്രീഫ് അല്ല, ഐ ഫീൽ റിലീഫ് എന്നാണ്. അതെ അതെ, ഞാൻ വളരെയധികം ഹാപ്പി ആയിരുന്നു. ഞാൻ അവസാനം ഒരു സംഭവം കഴിഞ്ഞു. എനിക്കിപ്പോൾ കാരണം അത്രയും കാലം ഏകദേശം ഐ തിങ്ക് 2 ഇയേഴ്സോളം ഞാൻ ഏകദേശം മനസ്സിൽ ഇങ്ങനെ പ്രോക്കാസ്റ്റിനേറ്റ് ചെയ്ത് എല്ലാ ദിവസം പെൻഡിങ്. ഞാൻ ഒരു സാധനത്തിലും എനിക്കിങ്ങനെ ഫുള്ളി കമ്മിറ്റ് ചെയ്യുമ്പോൾ ഗിൽട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് ചെയ്തപ്പോൾ ഒരു സമാധാനം കിട്ടി തുടങ്ങി. പിന്നെ ഞാൻ ഇതേ കോളേജ് ലൈഫ് നല്ലോണം, അതായത് കോളേജ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റിയ ക്യാമ്പസ് ഒന്നുമല്ല, പക്ഷേ ഉള്ള സമയത്ത് ഞാൻ ഉള്ള സമയത്ത് മനസ്സമാധാനമായിട്ട് കുറേ കഴിഞ്ഞു. പിന്നെ കുറേ സെൽഫ് ഡിസ്കവറിയും കാര്യങ്ങളൊക്കെ പറ്റി. പിന്നെ പറഞ്ഞ പോലെ ഈ പറഞ്ഞ ജോലിയിലോട്ട് പോകുന്നൊരു സമയമാണ്. അപ്പോൾ മനസ്സിലായി, കാരണം അവസാനത്തെ BBA ആണ് ഞാൻ പഠിച്ച ഫൈനൽ സെമസ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ഫ്ലോപ്പി ഡിസ്ക് എന്താണ്. അപ്പം ഞാൻ മനസ്സിലാക്കി ആ ക്ലാസ്സിൽ നിന്ന് ഞാനൊന്നും പഠിച്ചിട്ടില്ല ഈ 3 കൊല്ലം കൊണ്ട്, എന്നെ പറ്റിച്ചതാണ്. ഞാൻ ശരിക്കും ഞാൻ എല്ലാ സബ്ജക്റ്റും പാസ്സായിട്ടുണ്ടായിരുന്നു, പക്ഷേ എന്നാലും ഞാൻ ആ സമയത്ത് ക്വിറ്റ് ചെയ്യാം. കാരണം എനിക്ക് അത്ര മടുപ്പൊന്ന്, ഒരു വിലയില്ലാത്തൊരു സർട്ടിഫിക്കറ്റ് എന്തിനാണ്. അതെ, വെറുതെ എനിക്ക് ഓരോ നിമിഷവും ക്ലാസ്സിലിരിക്കുന്ന എനിക്ക് വെറുപ്പായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ സുഹൃത്ത് ഇതേ പറഞ്ഞ പോലെ ഓൻ CA അങ്ങനെ പെർസ്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു സർട്ടിഫിക്കേഷൻ വേണം. അപ്പം ഉള്ളതിൽ ഏറ്റവും ചാലഞ്ചിങ് കുറവുള്ളത് എനിക്ക് ഫീൽ ചെയ്തത് CIA എന്ന് പറഞ്ഞിട്ട് സർട്ടിഫൈഡ് ഇൻറ്റേർണൽ ഓഡിറ്റർ എന്ന് പറഞ്ഞ സർട്ടിഫിക്കേഷൻ ഉണ്ട്. അത് ഓൺലി 3 പേപ്പേഴ്സാണ്. പിന്നെയും എനിക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും എന്നുള്ള രീതിയിൽ. അപ്പോൾ പിന്നെ ജോലീൻ്റെ കൂടെ തന്നെ CIAക്ക് വേണ്ടി പെർസ്യൂ ചെയ്യാൻ തുടങ്ങി. അപ്പം അതിനുശേഷം വീണ്ടും ഒരു അറ്റംപ്റ്റ് ആയിരുന്നു. അപ്പോൾ അത് നല്ലോണം പഠിച്ചപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറേ എങ്ങനെയാണ് ഈ പറഞ്ഞ ട്രയൽ ആൻഡ് എററും ഞാൻ കുറച്ച് സാധനങ്ങൾ മനസ്സിലാക്കി. ഞാൻ ഇനീഷ്യൽ പഠിച്ച രീതി അല്ലായിരുന്നു ഇങ്ങനെ പഠിക്കേണ്ടിയിരുന്നത്. 2ാമത്തെ അറ്റംപ്റ്റ് പാസ്സായി. അപ്പോൾ ഞാൻ മനസ്സിലാക്കി ഓക്കെ പഠിക്കുന്ന, അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഫോൾട്ട് പറ്റി, അതുകൊണ്ടാണ് എനിക്ക് പാസ്സാകാൻ പറ്റുന്നത്. രണ്ടാമത്തെ പേപ്പറും ഇതേ സംഭവം എഫേർട്ടൊക്കെ എടുത്ത് എന്നിട്ട് ഫെയിലായി. എന്നിട്ട് 2ാമത്തെ അറ്റംപ്റ്റ് പിന്നെയും മാറ്റി പിടിച്ചിട്ട് പിന്നെ പാസ്സായി. അപ്പോൾ ഞാൻ അതൊന്നും കുറേ ഫിഗർ ഔട്ട് ചെയ്ത് അവസാനം ഇതിലത്തെ 3rd പേപ്പറാണ് ശരിക്കും ഏറ്റവും ചാലഞ്ചിങ് പേപ്പറുള്ളത്. അതായത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ പാസ്സാവാൻ പണിപ്പെടുന്ന ഇത്. ശരിക്കും പാർട്ട് 1ഉം പാർട്ട് 2ഉം എല്ലാവരും പാസ്സാവുന്ന പേപ്പേഴ്സാണ്. പാർട്ട് 3 ആണ് പണി കിട്ടുന്നത്. ഞാൻ എന്നിട്ട് പാർട്ട് 3 പേപ്പർ ഇരുന്ന് ഏകദേശം 5 മാസം എഫേർട്ട് എടുത്തിട്ട് പഠിച്ച് അറ്റംപ്റ്റ് ചെയ്ത്. അപ്പോൾ എനിക്കറിയാം എന്തായാലും ഫെയിലാവും, കാരണം ബൈ സ്റ്റാറ്റിസ്റ്റിക്സ് ഈ പറഞ്ഞ എന്തായാലും ഫെയിൽ ആവേണ്ടതാണ്. അപ്പോൾ എന്നിട്ട് പിന്നെ അറ്റംപ്റ്റ് ചെയ്ത് ഞാൻ പാസ്സായി. ഞാൻ ശരിക്കും ഒന്ന് കരഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിന് ശേഷം ACC കഴിഞ്ഞിട്ടുണ്ട്, പ്രൈസ് വിന്നർ ആയിട്ടുണ്ട്, പല സംഭവങ്ങളും എൻ്റെ ജീവിതത്തിൽ നടത്തിയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു മൊമെൻറ്റ് ആ സമയത്താണ്. ഞാൻ ഒന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് ഈ മൊമെൻറ്റ് എല്ലാവരും അനുഭവിക്കണം എന്നുള്ളത്. കാരണം അത് നമ്മുടെ സെൽഫ് ഡൗട്ടുള്ള എല്ലാം തരണം ചെയ്തിട്ടാണ് പോകുന്നത്. പല കോച്ചന്മാരും പറയും വിഷ്വലൈസും മറ്റേതും ഇതൊക്കെ പറയും, പക്ഷേ ഇതൊക്കെ ചെയ്യാണ് ആ സെൽഫ് ഡൗട്ടും കാര്യങ്ങളും നമ്മളൊരു കടമ്പ നമ്മൾക്ക് ഏറ്റവും അതെ, ബാക്കിയെല്ലാം നമ്മൾ സ്വന്തം പറ്റിക്കുന്ന പരിപാടിയാണ്. ശരിക്കും എന്താണ് എൻ്റെ ട്രാക്ക് റെക്കോർഡിൽ ഒരു അങ്ങനത്തെ മൈൽ സ്റ്റോൺ വന്നിട്ടുണ്ട്. ഇനി അതുകൊണ്ടാണ് ഞാൻ ACCക്ക് പോലും ജോയിൻ ചെയ്യാൻ പിന്നെയും ധൈര്യപ്പെട്ടത്. കാരണം ഞാൻ CIA എന്ന് പറഞ്ഞാൽ എനിക്കറിയാം, ഞാൻ അറ്റ്ലീസ്റ്റ് വിചാരിച്ച ACC അതിനെക്കാട്ടും പണിയുള്ളതാണ് ഞാൻ ആ സമയത്ത് അസ്യൂം ചെയ്യുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ജോലി ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ പഠനം. സ്റ്റോക്ക് അബൌട്ട് ടൈം മാനേജ്മെൻറ്റ്. സോ എങ്ങനെയാണ് മാനേജ് ചെയ്തത്? ആക്ച്വലി ഞാനന്ന് സിമ്പിളാണ്, സോഷ്യൽ ലൈഫ് ഞാൻ സാക്രിഫൈസ് ചെയ്ത്. എൻ്റെ ഷെഡ്യൂൾ എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ ജോലിക്ക് പോകുന്നു, 6-7 മണിക്ക് ജോലിക്ക് പോകുന്നു, ഏകദേശം വൈകുന്നേരം 5 മണി വരെ അങ്ങനെ ഫുൾ ടൈം ജോലി ചെയ്യുന്നതാണ്. ജോലി കഴിഞ്ഞു എന്നിട്ട് പിന്നെ നേരെ പഠിപ്പിലോട്ട് പോകുന്നു. ജിമ്മും കാര്യങ്ങളും ഒന്നുമില്ല, നേരെ പഠിപ്പ് തന്നെ. കാരണം ദാറ്റ് വാട്ട് ഈസ് മാറ്റേഴ്സ്. ഞാനിപ്പോൾ കോമ്പറ്റീറ്റീവ് എക്സാം അത് തന്നെയാണ്. അതെ, നമ്മളിപ്പോൾ എത്ര ജിമ്മും അതൊക്കെ ഫാക്ടേഴ്സാണ് ചെറിയ, പക്ഷേ ഏറ്റവും ഗ്രൗണ്ട് സംഭവം എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ പഠിച്ചതും എങ്ങനെയാണ് പഠിച്ചതുമാണ് ഗ്രൗണ്ട് റിസൾട്ട്. ബാക്കി പല സാധനങ്ങളും ഞാൻ ചെയ്തിട്ട് കാര്യമില്ല. അപ്പം ഈ പറഞ്ഞ ഗ്രൗണ്ട് സ്കില്ല് മാത്രം ഞാൻ ഫോക്കസ് ചെയ്തിട്ട് എൻ്റെ മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്തിട്ട് വൈകുന്നേരം ദിവസം ഇന്ന് പഠിക്കുക എന്നുള്ള ഒരു ആഴ്ചയിൽ എന്നിട്ട് ഒരു ദിവസം ബ്രേക്ക് വയ്ക്കും, 2ാം ദിവസം റിവിഷൻ വയ്ക്കും, ബാക്കിയുള്ള ദിവസമൊക്കെ പുതിയ കണ്ടൻറ്റ് പഠിക്കുക, മോക്ക് ടെസ്റ്റ് ചെയ്യുക, അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പലപ്പോഴും സോഷ്യൽ ലൈഫ് ഇതെങ്ങനെ ചെയ്യാൻ പറ്റിയെന്നുള്ള മെയിൻ സംഭവം. കാരണം വേറെ ലൈഫില്ലല്ലോ ഇതിൽ. അപ്പോൾ കോളേജിൻ്റെ അവസാനം ഇതേ പറഞ്ഞ പോലെ ഞാനിങ്ങനെ പലതും കോളേജൊക്കെ കയറുന്നത് പലതും എക്സ്പ്ലോർ ചെയ്യുക, ലൈഫിൽ സന്തോഷം കിട്ടാം എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ പല ഭാഗത്തും ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് ഒരിക്കലും സന്തോഷം കിട്ടിയിട്ടില്ല. ഞാൻ പലപ്പോഴും വിചാരിച്ചതെന്ന് വെച്ചാൽ ഫ്രണ്ട്സായിട്ട് ടൂർ പോകുന്നത്, പക്ഷേ ഞാനൊരു ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് എനിക്ക് തീരെ താല്പര്യമില്ല, എനിക്ക് വീട്ടിലിരുന്നാൽ മതി എന്നുള്ള. അപ്പോൾ പിന്നെ മാത്രമല്ല അന്ന് കുറച്ചൊരു മതം എൻ്റെ തലയിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ മതത്തിൽ അധികം റിലീജിയസ് ആവുന്നില്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് എന്താണ് ആ മൈൻഡ് സെറ്റ് മാറിയത് നല്ലൊരു ഫാക്ടറാണ്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഞാൻ അപ്പോൾ ഒന്ന് റിയലൈസ് ചെയ്ത് ശരിക്കും ഈ നമ്മുടെ അറ്റ്ലീസ്റ്റ് വിശ്വാസത്തിൽ ഈ പറഞ്ഞ ഭൂമിയിൽ നമ്മൾ ശരിക്കും സ്പെൻഡ് ചെയ്യുന്ന വളരെ മൈന്യൂട്ട് സെക്കൻഡാണ്.
ബാക്കി നമ്മൾക്ക് ഏറ്റവും വലിയ ലോകം കിടക്കുന്ന അടുത്ത പരലോകം എന്ന് പറഞ്ഞിട്ടുള്ള അടുത്ത ലോകമാണ്. അപ്പോൾ എനിക്ക് ശരിക്കും അപ്പോൾ ഈ ലൈഫിൽ എനിക്ക് മൊത്തത്തിൽ എല്ലാ സമയത്തും ഞാൻ ഹാർഡ് വർക്കല്ല എൻ്റെ കരിയർ റിലേറ്റഡ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റേതാണെങ്കിലും ചെയ്യുന്ന, അതായത് വർക്ക് റിലേറ്റഡ് എനിക്കൊരു ആസ്വാദനം ഇല്ലാണ്ട് എൻ്റെ മരണം വരെ ഞാൻ ഈ വർക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്കൊരു വിഷയമല്ല. കാരണം എനിക്ക് അടുത്ത ലോകം ഉണ്ട് ആസ്വദിക്കാൻ. പിന്നെ രണ്ടാമത്തത്, എനിക്ക് ഫ്രീ ടൈം കിട്ടും തോറും ഞാൻ തെറ്റായ വഴികളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ മതത്തിൽ രണ്ടാമത്തെ ഒരു സാധനമാണ്, നമ്മൾ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള സാധനങ്ങൾ, അത് ജോലി ആയിക്കോട്ടെ എന്ത് സാധനമാണെങ്കിലും, തെറ്റല്ലാത്ത എന്ത് സാധനങ്ങളാണെങ്കിലും അതിന് നമ്മൾക്ക് കൂലി അല്ലെങ്കിൽ ഗുഡ് ആംസ് എന്നുള്ള രീതിയിൽ കിട്ടുന്നുണ്ട്. അപ്പം എനിക്ക് ഒരു വെടിക്ക് രണ്ട് പക്ഷിയാണ്. എനിക്ക് പഠിപ്പിലോട്ട് ഫോക്കസ് ചെയ്യാൻ, എനിക്ക് കരിയറും കാര്യങ്ങളും, എനിക്ക് എൻ്റെ കരിയർ സെറ്റാവും, എനിക്ക് പൈസ നല്ല രൂപത്തിൽ ജീവിക്കുക, അതേ സമയത്ത് എനിക്ക് തെറ്റുകളൊന്ന് ഒഴിവാക്കാം, എനിക്കൊരു നല്ല ലൈഫ് ചെയ്യാം. ഇതല്ലാത്തൊരാൾ, അറ്റ്ലീസ്റ്റ് ഞാൻ അങ്ങനത്തെ ഒരു സമയത്ത് ആയപ്പോൾ എനിക്ക് പലപ്പോഴും എനിക്ക് ഈ ലോകം എൻജോയ് ചെയ്യണം, മറ്റു ലോകം എൻജോയ് ചെയ്യണം എന്നുള്ളൊരു രണ്ടൊരു സ്പ്ലിറ്റാണ്. അപ്പോൾ എനിക്കിപ്പോൾ അടുത്ത ലോകമുണ്ട്. അതുകൊണ്ട് ഞാൻ റെഡിയാണ് ഈ കാലാകാലം ഇതിനായിട്ട് കമ്മിറ്റ് ചെയ്തിട്ട് എൻ്റെ ജീവിതം മൊത്തം ഇതിനോട്ട് മാറ്റി വെക്കാൻ റെഡിയാണ്. അതിന് സക്സസ്സും ഫെയിലിയറൊന്നും എനിക്ക് വിഷയമല്ല. ഞാൻ ഇതിലോട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ റെഡിയാണ്. അപ്പോൾ ആ ഷിഫ്റ്റ് നടന്നപ്പോഴാണ് എനിക്ക് പിന്നെ സോഷ്യൽ ലൈഫിലും കുഴപ്പമില്ല. ഞാനിന്ന് എനിക്കിത് തന്നെ പ്ലഷറാണ്. കാരണം എനിക്കതിലൊരു പ്രോഗ്രസ് കിട്ടുന്നുണ്ട്, എനിക്ക് റിയൽ ലൈഫ് റിസൾട്ടാണ് കിട്ടുന്നത്. ഐ തിങ്ക് നമ്മൾ ഇപ്പോൾ ഈ മൊത്തം ഒരു പോഡ്കാസ്റ്റിൻ്റെ ഒരു എസൻസ് ആ ഒരു ഹൗ ഷുഡ് ബി, ആ ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിൽ യു ടോക്ട് അബൌട്ട് യുവർ ഫെയിലിയർ സ്റ്റോറി, യു ടോക്ട് അബൌട്ട് എന്താണ് മെൻറ്റാലിറ്റി, എങ്ങനെ ആയിരിക്കണം മെൻറ്റാലിറ്റി, ഹൗ ഹാസ് ഓൾ ഓഫ് ദ ഫാക്ടേഴ്സ് ഹെൽപ്പ് യു ഔട്ട്. ഒരു സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ എനിത്തിങ് എൽസ് ദാറ്റ് യു ലൈക്ക് ടു അഡ്വൈസ് എന്ന രീതിയിലോ? മെയിനായിട്ട് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, എക്സ്പോഷർ നേടിയാൽ നമ്മളിപ്പോൾ നമ്മുടെ കൂട്ടുകാരുടെ ഇടയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാവരും, ഇപ്പോൾ ഞാൻ നാട്ടിൻപുറത്താണെങ്കിൽ നമ്മൾക്ക് ആ നാട്ടിൻപുറം മോശമായതുകൊണ്ടല്ല, പക്ഷേ ഇവിടെ മറ്റുള്ളവർ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനിപ്പം UAE-ലെങ്ങാനും ഒരു 11-12 വയസ്സുള്ള കുട്ടികൾ നല്ലോണം ഒരു സ്വന്തമായിട്ട് വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ ഈ പെണ്ണുങ്ങളെ മുടി മുടിച്ചരിച്ച് കളിക്കുന്ന പ്രായമാണ്. അപ്പോൾ ഈ എക്സ്പോഷർ ഞാൻ മോശമാക്കി പറയില്ല, പക്ഷേ ആ എക്സ്പോഷർ വേണം. അതേ നമ്മൾക്ക്, അല്ലെങ്കിൽ നമ്മൾ ആ ഇട്ടാവട്ടത്തിലാവുമ്പോൾ നമ്മുടെ മനസ്സും ഇടുങ്ങും. അപ്പോൾ അത് എക്സ്പോഷർ ഒന്ന് നേടാം. രണ്ടാമത്തെ, നെറ്റ്വർക്കിംഗ്. എത്ര സർട്ടിഫിക്കേഷനും എത്ര സ്കിൽസും എന്തുണ്ടായിട്ട് കാര്യമില്ല, നെറ്റ്വർക്ക് ഇല്ലെങ്കിൽ. അത് അനുഭവിച്ച ആളാണ് ഞാൻ. ഇതേ പറഞ്ഞ പോലെ ACCA CIA എത്ര കൊല്ലം എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ ഇതേ പറഞ്ഞ ഖത്തർ മാർക്കറ്റിൽ 6 മാസത്തോളം ഞാൻ തെണ്ടി നടന്നിട്ടുണ്ട് ഒരു ജോലി കിട്ടാൻ. അത് നെറ്റ്വർക്ക് ഇല്ലാത്തതുകൊണ്ടാണ്. സോ വൺസ് അഗെയിൻ ഇറ്റ് വാസ് ഗ്രേറ്റ് ടോക്കിംഗ് ടു യു. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ തങ്ങളുടെ ACCA CIA ദ എൻറ്റയർ ഫെയിലിയർ സ്റ്റോറി ടു സക്സസ് സ്റ്റോറി. സോ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. കേരളം കണ്ടതിനും വളരെ സന്തോഷമുണ്ട്. എന്തായാലും പോഡ്കാസ്റ്റ് ഉഷാറാവട്ടെ ആശംസിക്കുന്നു.